നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് അശുദ്ധി സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടന്ന ഒരു ദിവസമാണ്. 3 ദിവസത്തെ പൂജകളാണ് ആവർത്തിച്ച് ചെയ്തിരിക്കുന്നത്. പൂജകളുടെ ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ശുദ്ധി പോലെ അല്ല കേട്ടോ. അത് 3 ദിവസത്തെ കാര്യങ്ങളാണ്. 3 ദിവസത്തെ പൂജകൾ, 3 ദിവസത്തെ ശീവേലി. അപ്പോൾ 9 ശീവേലി വരും. ഇന്നത്തെയും കൂടെ 10 ശീവേലി. 10 ശീവേലി എന്ന് പറയുമ്പോൾ 30 പ്രദക്ഷിണം വരും. അത്രയും വലിയ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടന്ന ഒരു ദിവസമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലൊരു അഹിന്ദു പ്രവേശിച്ചത് കൊണ്ടാണ് കേട്ടോ. വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളത്. അത് കണ്ടിട്ടും പലരും കയറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ആരാണെന്നറിയോ? സാധാരണ ഭക്തജനങ്ങൾ. ഇന്ന് നോക്കൂ, സാധാരണ ഒരു ദിവസം തന്നെ അശുദ്ധി വന്നു കഴിഞ്ഞാൽ ശുദ്ധീകരണ കർമ്മങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് സമയം എന്തായാലും എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള അശുദ്ധികൾ, അതും ഒരു അവധി ദിവസം, ഈ പൊതു അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം ഈ ചടങ്ങുകളൊക്കെ നടത്തേണ്ടി വരുമ്പോഴുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൂരെ നിന്ന് വരുന്നവർ, മണിക്കൂറുകളോളം ക്യൂ നിന്ന് തൊഴാനായിട്ട് നിൽക്കുന്നവർ, പിന്നെയും അവർക്ക് നിൽക്കേണ്ടതായിട്ട് വരികയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരു ചേച്ചി വിഷ്ണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ദൂരെ നിന്നാണ് വന്നത്, കയ്യിൽ 3 വയസ്സുള്ള കുഞ്ഞിനായിട്ടാണ് വന്നത്. അപ്പോൾ ക്യൂ നിന്നു, കുറേ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പിന്നെയും ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കും. ഒരാളുടെ അശ്രദ്ധ കാരണം, അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ അഹിന്ദുവായിട്ടുള്ള ഒരാൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് മറ്റു ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം വലുതാണെന്നുള്ളത്. ഇപ്പോൾ സാധാരണ ശുദ്ധി പോലെയല്ല, എന്താ പറയുക, തിടപ്പള്ളി പോലും അശുദ്ധാകും. അപ്പോൾ എന്താണ്, അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നിവേദ്യങ്ങളെല്ലാം മാറ്റേണ്ടതായിട്ട് വരും. ആദ്യം മുതൽ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനൊക്കെ ഭാരിച്ച ചെലവാണ് ദേവസ്വം വഹിക്കുന്നത്. പണ്ടൊക്കെ ഫൈനായിട്ട്, ഇത് ക്ഷേത്രത്തിൽ ഇങ്ങനെ കയറുന്നവരുണ്ടായിരിക്കുമല്ലോ, ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് ഫൈനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനിയും കൊണ്ടുവരികയാണെങ്കിൽ ഇതിനൊക്കെ കുറച്ചൊരു കുറവ് വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഭാരിച്ച ചെലവാണ്. അതായത് ഈ വസ്തുക്കളൊക്കെ പിന്നെയും സ്വരുക്കൂട്ടണം, എല്ലാം ഒരുക്കി വെക്കണം, അതിൻ്റെ ദക്ഷിണ, വസ്ത്രം, അങ്ങനെയുള്ള പലതും പിന്നെയും ആവർത്തിക്കേണ്ടതായിട്ട് വരികയാണ്. ഈ മുൻപ് ചെയ്ത എല്ലാ കാര്യങ്ങളും പിന്നെയും ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല, ഇത്രയും സമയമെടുക്കുമ്പോൾ പുറത്ത് പാവം ഭക്തജനങ്ങൾ ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട് മണിക്കൂറുകളോളം കാത്തു നിൽക്കുക. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവർ ദയവ് ചെയ്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതെ ഇരിക്കുക. കാരണം ഒരു ക്ഷേത്രത്തിലെന്ന് മാത്രമല്ല കേട്ടോ, എവിടെയും ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനുള്ളതാണ്. അവിടുത്തെ ചിട്ടകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം പാലിക്കാനായിട്ടുള്ളതാണ്. അല്ലാതെ ഞാനത് നോക്കുന്നില്ല, ഞാൻ എന്തായാലും കയറും, അങ്ങനെ അതിക്രമിച്ച് കയറാനുള്ള ഒരു സ്ഥലമല്ല ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ വഴിപാടുകൾ ചെയ്യണം എന്നുള്ളവർക്ക്, ഇപ്പോൾ തുലാഭാരം ചെയ്യണം എന്നുള്ളവർക്ക് കിഴക്കേ ആ നടയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ വഴിപാടും പുറത്തുനിന്ന് ചീട്ടാക്കാം, പ്രസാദം പുറത്തുനിന്ന് വാങ്ങാം, അവർക്ക് അങ്ങനെ ചെയ്യാലോ. അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ വിരോധമില്ല. ക്ഷേത്രത്തിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കാനായിട്ട് പാടില്ലാത്തത്. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ബാക്കിയുള്ള സാധാരണ ഭക്തജനങ്ങൾക്ക് വളരെയധികം സമയം കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, അതൊരു അപേക്ഷയാണ് കേട്ടോ. അഹിന്ദുക്കളായിട്ടുള്ളവർ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം, അഹിന്ദുക്കളായിട്ടുള്ളവരൊന്ന് ശ്രദ്ധിക്കാം. കാരണം ഇപ്പം ഇന്നത്തെ കാര്യം തന്നെ നോക്കൂ. ഇന്ന് രാവിലെ 4 മണി മുതൽ ഉച്ചപൂജ കഴിയുന്നത് വരെ നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല, ഈ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇവരെ ഭൂരിഭാഗം പേരും ഇപ്പം ഞായറാഴ്ചയാണല്ലോ, അവധി ദിവസമായതുകൊണ്ട് വന്നവരായിരിക്കും, ദൂരെ നിന്ന് വന്നിട്ടുള്ളവരായിരിക്കും. അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് ഗുരുവായൂർക്ക് വരാതെ ഇന്നൊരു ദിവസം വന്നിട്ടുള്ളവരായിരിക്കും. ഫാമിലി ആയിട്ട്, ചെറിയ കുട്ടികളായിട്ട്, മുതിർന്നവർ, പ്രായമായവരൊക്കെ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാകുക. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടതായിട്ടും വരും. ഒപ്പം തന്നെ നാലമ്പലത്തിനകത്തേക്ക് കയറിയിട്ട് ഭഗവാൻ ഒരു നോക്കി കാണാനായിട്ടും സാധിക്കില്ല. ഇപ്പോൾ തൊട്ടടുത്ത് നിന്ന് ഭഗവാനെ കാണുന്ന ആഗ്രഹിച്ചിട്ടാവൂലോ വരുന്നുണ്ടായിരിക്കും. അതും കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും ആഗ്രഹം. അതൊക്കെ നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും മനസ്സിലൊരു വിഷമം ഉണ്ടായിരിക്കും. ആ വിഷമങ്ങൾക്ക് കാരണക്കാരാകുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർ. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമല്ലല്ലോ.
അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. അതൊക്കെയാണല്ലോ ഈ മനുഷ്യ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള, അതായത് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അനുസരിക്കണം എന്ന് പറയാറുള്ളത് കേട്ടോ. ഇപ്പോൾ ജീവനക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് എല്ലാവരെയും ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കാനായിട്ടൊന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ല അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നല്ല കേട്ടോ പറയണത്, ശ്രദ്ധയിൽ അറിയാതെ പോലും അങ്ങനെ പെടുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നോ അവരുടെ വേഷവിധാനങ്ങളിൽ നിന്നോ അവരുടെ കയ്യിലുള്ള മതചിഹ്നങ്ങളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ അഹിന്ദു ആണെന്നൊക്കെ സംശയമുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അധികൃതരെയൊക്കെ അറിയിക്കുകയാണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് നിർത്താനായിട്ട് സാധിക്കും. ഇത് ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അവർ മൂലം ഒരുപാട് വ്യക്തികൾ ഭക്തരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. ഒന്നും കൂടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അഹിന്ദുക്കൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കാനായിട്ട് അഹിന്ദുക്കൾ സഹകരിക്കണം. അതൊരു അപേക്ഷയും കൂടിയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ തൊഴാനായിട്ട് എത്തുന്ന സമയത്തെ 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും വൈകിട്ട് ഉച്ചശീവേലി ഉണ്ടല്ലോ, അത് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആനയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം അശുദ്ധി സംഭവിച്ചത് കൊണ്ട് അശുദ്ധി കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് താമസം എടുക്കുമല്ലോ. അതുകൊണ്ട് വൈകിട്ടുണ്ടായിരുന്നു, അത് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഉച്ചശീവേലി കുറച്ച് താമസിച്ചിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ശീവേലിയും കൂടെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നാലമ്പലത്തിനകത്തേക്കുള്ള പ്രവേശനവും ഭക്തർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് തിരക്കും അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു, ഒരു സമയമായിരുന്നു ഇന്നലെ. ഞങ്ങളുടെ പ്രാദേശികം ക്യൂ ആണെങ്കിലും വളരെ നീളത്തിലുള്ള ഒരു ക്യൂവും കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഭഗവാനെ കയറി കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നലെ ഭഗവാൻ ഉച്ചപൂജയുടെ അലങ്കാരത്തിലെ ഓടക്കുഴൽ ഊതുന്ന മുരളീധരനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ കയറുന്ന സമയത്ത് ആ രൂപവും ഭാവമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഭഗവാനെ ബാലഗോപാല രൂപത്തിലാണ് ഇന്നലെ ദർശിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു. ബാലഗോപാലൻ എന്ന് പറയുമ്പോൾ നന്നേ ചെറിയ ബാലനൊന്നും അല്ല കേട്ടോ, കുറച്ചൊരു 3.5-4 വയസ്സുള്ള ഒരു ഉണ്ണിയായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു കസവ് മുണ്ടൊക്കെ അരയിൽ ചുറ്റിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴലും കയ്യിൽ പിടിച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നു ശ്രീലകത്ത്. ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ ഭഗവാന്റെ മുഖത്ത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഈ ബാലഗോപാല രൂപം കാണുന്നത്. അങ്ങനെ ഉച്ചപൂജയുടെ അലങ്കാരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ടല്ലോ, ഉണ്ണിക്കണ്ണനായിട്ട്, വെണ്ണ പിടിച്ച് നിൽക്കുന്ന കണ്ണനായിട്ട്, അല്ലെങ്കിൽ ദാമോദര ലീല, അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ. അപ്പോൾ ഈ ബാലഗോപാല രൂപം കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. 3 തിരുമുടിമാലയായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത്. ഏറ്റവും മുകളിലുള്ളത് തുളസിയും തെച്ചിയും കൂടെ കോർത്തിട്ടായിരുന്നു. രണ്ടാമത്തെ തിരുമുടി നന്ദ്യാർവട്ടപ്പൂക്കളും തെച്ചിയും കൂടെ കോർത്തിട്ടായിരുന്നു. മൂന്നാമത്തെ തിരുമുടിയിലെ തെച്ചിയും താമരയും കൂടിയായിരുന്നു കോർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് മുഴുവൻ തെച്ചിപ്പൂക്കൾ കൊണ്ടായിരുന്നു. പിന്നെ ഒരു ഉണ്ടമാല താമരയുടെ ഇതളും തുളസിയും കൂടെ അതിങ്ങനെ മാറി മാറി കോർത്തിട്ടായിരുന്നു രണ്ടാമത്തെ ഉണ്ടമാല ഉണ്ടായിരുന്നത്. ഈ 2 ഉണ്ടമാലകളും നല്ല തടിച്ചുരുണ്ടിട്ടുള്ള മാലകൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഭഗവാൻ ശിരസിലെ കിരീടം അണിഞ്ഞിട്ടുണ്ട്, നെറ്റിയിൽ തിലകം ചാർത്തിയിട്ടുണ്ട്, കാതുപൂക്കളുണ്ട്, നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു മാല ഇട്ടിട്ടുണ്ട് കഴുത്തിലെ, കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്, അരയിൽ കിങ്ങിണി കെട്ടിയിട്ട്, ആ കസവും കൊണ്ടാണ്, നീളത്തിലുള്ള കസവും കൊണ്ടാണ് കേട്ടോ. അതിന് മുകളിലൂടെയാണ് കിങ്ങിണി കെട്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് വലിയൊരാളുടെ പോലെയായിട്ട് എനിക്ക് തോന്നി. അതായത് ഞാൻ പറഞ്ഞ നന്നേ ചെറിയ ബാലെന്നല്ല, ഒരു 3.5-4 വയസ്സൊക്കെ ഉള്ള ഒരു ഉണ്ണിയായിട്ടായിരുന്നു കേട്ടോ. നല്ല മിടുക്കനായിട്ടുള്ള ഉണ്ണിയായിട്ടായിരുന്നു ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ബാലഗോപാല രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളും. എല്ലാ സങ്കടങ്ങളും എല്ലാ സന്തോഷങ്ങളും ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിച്ചോളും. കൂടെ ഉണ്ടാകണേ ഗുരുവായൂരപ്പ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ബാലഗോപാലനായിട്ട് നിൽക്കുന്ന നമ്മുടെ ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട്, ഉണ്ണിയായിട്ട് നിൽക്കുന്ന ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഗണപതിനെ തൊഴാനായിട്ട് പോകാം. ഗണപതിക്ക് മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല മഞ്ഞ പട്ട്, അരയിലെ ഒരു ചുവന്ന പട്ട് കൊണ്ട് ഒന്ന് ചുറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ. തുമ്പിയിലൊരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്, നെറ്റിയിലൊരു പൊട്ടുണ്ട്, 2 കാതുകളിലും സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. കഴുത്തിലെ ചുവപ്പും പച്ചയും നിറത്തിലുള്ള കല്ലുകൾ ഇങ്ങനെ മാറി മാറി പതിപ്പിച്ചിട്ടുള്ള ഒരു മാല ഇട്ടിട്ട്, ശിരസിൽ ഗണപതിയുടെ ഒരു കിരീടമാണ്, സ്വർണ്ണ നിറത്തിലൊരു കിരീടമുണ്ട്, അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അതായിരുന്നു ഇന്നലത്തെ ഗണപതിയുടെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ രൂപവും അഭാവവും ഒക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമുട്ടോളൂ. ഇനി നമുക്ക് ഭഗവതിയെ കാണാം.
ഭഗവതിക്ക് നല്ല കടും പച്ച നിറത്തിലുള്ള ഒരു ഉടയാടയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പച്ച നിറം. അതിലിങ്ങനെ സ്വർണത്തിൻ്റെ ലേസൊക്കെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് ഇങ്ങനെ തുന്നി ചേർത്ത രീതിയിലുള്ളതായിരുന്നു ആ ഒരു ഉടയാട. ഒരു ചുവപ്പ് നിറത്തിൽ അരയിൽ ഇങ്ങനെ പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ ലളിതമായിട്ടുള്ള അലങ്കാരമാണ്. കഴുത്തിൽ മാലയൊന്നുമില്ല, ചന്ദനം കൊണ്ട് തന്നെയാണ് ചാർത്തിയിരിക്കുന്നത്. കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട്. കാതിന് മുകളിലായിട്ടും ചെറിയ പൂക്കളുണ്ട്. നെറ്റിയിലൊരു ഗോപി, കിരീടത്തിൻ്റെ അവിടെ ചെറിയൊരു ചന്ദനം കൊണ്ട് ഒരു കുത്ത്. അത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ടാണ് ഭഗവതി അമ്മയുടെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെ ആ രൂപമൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം. അയ്യപ്പൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യപ്പൻ ഇന്നലെ യാതൊരുവിധ അലങ്കാരങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ കറുപ്പ് നിറത്തിലുള്ള ശിലയിലെ ആ കൊത്തിയെടുത്ത അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആഭരണങ്ങൾ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അങ്ങനെ അലങ്കാരങ്ങളൊന്നും കൂടാതെ, ചാർത്തുകളൊന്നും കൂടാതെ അയ്യപ്പനെ ദർശിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. ഇന്നലെ അയ്യപ്പനെ ഒരു അലങ്കാരവും ഇല്ലാതെയാണ് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരും ആ ശിലയായിട്ടിരിക്കുന്ന ആ ശിലയുടെ ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. അവിടെ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അയ്യപ്പൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ഒരു കഥ പറയാം കേട്ടോ. ഞാൻ കുറേ ദിവസമായി ഫുൾ വീഡിയോയിൽ കഥയൊക്കെ പറഞ്ഞിട്ട്. ഒരു പ്രഭാകരൻ എന്നു പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസമാണ്, ഗുരുവിൻ്റെ അവിടെ നിന്നിട്ടാണ് പഠിക്കുന്നതൊക്കെ. അപ്പോൾ നല്ല അറിവ്, നല്ല ബുദ്ധി സാമർഥ്യം, നല്ല കഴിവൊക്കെയുള്ള കുട്ടിയാണ്. നല്ല ഗുരുഭക്തി, വിനയം, എളിമ എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു ബാലനാണ് പ്രഭാകരൻ എന്ന പേരുള്ള ഈ ബാലൻ. അപ്പോൾ ഗുരുവിൻ്റെ അവിടെ താമസിക്കുമ്പോൾ പിന്നെയും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രഭാകരനുണ്ട്. ഈ പ്രഭാകരൻ്റെ അടുത്ത് ഗുരുവിന് നല്ല ശ്രദ്ധയാണ്. എന്ത് ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും പ്രഭാകരനെ നന്നായിട്ട് വഴക്ക് പറയും ഗുരുനാഥൻ. എന്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്ക് പറയും. മറ്റു കുട്ടികളെ ഇത്രയധികം പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ പ്രഭാകരൻ്റെ അടുത്ത് എപ്പോഴും വഴക്ക് കേൾക്കും. അപ്പോൾ പ്രഭാകരൻ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ, എന്താണ് ഗുരുനാഥൻ തൻ്റെ അടുത്ത് ഇത്രയധികം വഴക്ക് പറയണത്? ഇപ്പോൾ താൻ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയാവണുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഞാൻ ശരിയായിട്ടാണല്ലോ എല്ലാം പറയുന്നതും പഠിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ എന്ന് പ്രഭാകരനും ഇങ്ങനെ ചിന്തിച്ചു. ഒന്നും പറയാനായിട്ടൊന്നും പോയില്ല കേട്ടോ. എന്നാലും എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും വഴക്ക് കേൾക്കും. അങ്ങനെ ഒരു ദിവസം പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഗുരു ഒരു കാര്യം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെന്തോ പ്രഭാകരന് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോൾ ഗുരുനാഥൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരു എനിക്കിപ്പോൾ പറഞ്ഞ കാര്യം ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല, ഒന്നുകൂടെ എനിക്കൊന്നത് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അത് കേട്ടപാടെ ഗുരുവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ദേഷ്യം എന്ന് പറഞ്ഞാൽ അമാതിരി ദേഷ്യമായിട്ടോ വന്നത്. കുറേ വഴക്ക് പറഞ്ഞു. ഏഭ്യ നിനക്കിതൊന്നും മനസ്സിലായില്ലേ എന്നൊക്കെ വിളിച്ചിട്ടാണ് വഴക്ക് പറയുന്നത്. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞപ്പോൾ പ്രഭാകരന് നല്ല സങ്കടം വന്നു. ഈ വഴക്ക് പറഞ്ഞത് പോരാഞ്ഞിട്ട് വടി എടുത്തിട്ട്, ചൂരൽ വടി ഉണ്ടല്ലോ, നല്ല തല്ലും വെച്ച് കൊടുത്തു. ഈ കാലുമ്പിലൊക്കെ തല്ലിയിട്ട് തുടയൊക്കെ പൊട്ടിയിട്ട് രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടു. കൂടി കണ്ടായപ്പോൾ പ്രഭാകരന് സഹിക്കാൻ പറ്റുന്നില്ല. വേദന അങ്ങനെ, മനോവിഷമം വേറെ. പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഇങ്ങനെ പിടിച്ച് തല്ലുകയാണോ ചെയ്യുക എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ശുക്രനും ഇതേപോലെ പറയാറുണ്ട് കേട്ടോ. ശുക്രനെ വഴക്ക് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വടിയെടുത്തിട്ട് ചെറിയൊരു തല്ലൊക്കെ കൊടുക്കുന്ന സമയത്ത് പറയും, കുട്ടികൾ കുറുമ്പ് കാണിച്ച കുട്ടികളെന്നെ തല്ലുക ചെയ്യുക എന്ന് ചോദിക്കും. ഒരു പ്രത്യേക ടോണില്ല ചോദിക്കുക. അപ്പോൾ പ്രഭാകരനും അങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വന്നു. സഹിക്കാൻ പറ്റാണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. എങ്ങോട്ടേക്കാണെന്നുള്ള രീതിയിൽ, എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല, അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. എന്നിട്ട് ഒരു നദിയുടെ തീരത്ത് പോയിരുന്നു. അപ്പോൾ വേദനയുണ്ട്, മനസ്സിന് വേദന, ശരീരത്തിന് വേദന. എങ്ങനെയെങ്കിലും ഗുരുവിനെ കൊല്ലണം എന്നുള്ള ഒരു ചിന്ത വന്നു. താൻ ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും പഠിച്ചിട്ടും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും ബുദ്ധി മറ്റുള്ള കുട്ടികളെക്കാളും എല്ലാ കഴിവുണ്ട്, എന്നിട്ടും തന്നെയാണ് ഗുരുനാഥൻ ദ്രോഹിക്കുന്നത്. ഇനിയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗുരുനാഥനെ വകവരുത്തണം, കൊല്ലണം എന്നുള്ള ചിന്ത ഈ കുഞ്ഞു പ്രഭാകരൻ്റെ മനസ്സിൽ ഉണ്ടായി. അങ്ങനെ സന്ധ്യയായി. ഈ കുട്ടിയാണെങ്കിൽ വിളിച്ചിരിക്കുകയാണ് കേട്ടോ, ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോകാതെ. ഗുരുനാഥനാണെങ്കിൽ സന്ധ്യാവന്ദനത്തിനായിട്ട് അവരുടെ ആ ഒരു വീട്ടിൽ നിന്നും, ആ ഗുരുകുലത്തിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് തിരികെ പോകുമ്പോഴേക്കും പ്രഭാകരൻ എന്താ ചെയ്തെന്നറിയോ? ഒരു വലിയ നല്ല ഭാരമുള്ള ഒരു കല്ലും ചുമന്നിട്ട് ഈ ഗുരുനാഥൻ്റെ അദ്ദേഹം കിടക്കുന്ന കിടപ്പ് മുറിയുടെ മുകളിൽ, ഈ തട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് ഒളിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹം വന്ന് കിടന്നുറങ്ങാനായിട്ട് വരുന്ന സമയത്ത് ഈ കല്ല് തലയിലിട്ടിട്ട് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. ഭക്ഷണം കഴിക്കുന്ന സമയമായി, രാത്രിയായി. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് എല്ലാവരും വന്നിരുന്നു. പ്രഭാകരനെ കാണാനില്ല. അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, പ്രഭാകരൻ എവിടെ, വന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞു, ഇല്ല, പ്രഭാകരൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ സങ്കടം തോന്നിയിട്ടോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത്താഴം വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റു. അപ്പോൾ ഈ പത്നിക്ക് മനസ്സിലായി പ്രഭാകരൻ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭക്ഷണം വേണ്ടാത്തതെന്ന്.
അങ്ങനെ ഇദ്ദേഹം കിടക്കാനായിട്ട് കിടപ്പുമുറിയിൽ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെ വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിൽ ഒരു സങ്കടം തോന്നിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പ്രഭാകരൻ്റെ അടുത്ത് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു അല്ലേ, ഇത്തിരി കൂടിപ്പോയി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയും പറഞ്ഞു, ശരിയാണ് അങ്ങ് പറഞ്ഞത്, കുട്ടികളെ ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല, അവൻ എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗുരുനാഥൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ അവൻ്റെ അടുത്ത് അവനോട് എത്രമാത്രം സ്നേഹം എനിക്കുണ്ടെന്നറിയോ, നമ്മുടെ മക്കളേക്കാൾ കൂടുതൽ ഞാൻ അവനെയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ ആ രീതിയിൽ അവൻ്റെ അടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ അവന് അഹങ്കാരം ഉണ്ടാകും. അതില്ലാതിരിക്കാനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ അവനെ ശിക്ഷിക്കുന്നത്. അത്രയും മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയാണ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അവനാണ്. പക്ഷെ അവന് ഒരിക്കലും അഹങ്കാരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അവൻ ഏറ്റവും നന്നാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ സങ്കടം വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞു, ചെറിയ കുട്ടിയല്ലേ, അവൻ ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ലല്ലോ, മുതിർന്നവർക്ക് പോലും ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല, അപ്പോൾ ചെറിയൊരു കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെയാ അറിയാം, അതുകൊണ്ടായിരിക്കും അവൻ പോയത്, സമാധാനമായിട്ടിരിക്കും, അവൻ തിരികെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ തട്ടിൻ മുകളിൽ ഇരുന്നിട്ട് നമ്മുടെ പ്രഭാകരൻ കേൾക്കുന്നുണ്ട്. പ്രഭാകരൻ ഇതൊക്കെ കണ്ട് കേട്ടപ്പോൾ ശരിക്കും സങ്കടമായി. ഗുരുനാഥനെ തന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞത്, താൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് തന്നെ അതിനെ ശിക്ഷിക്കുന്നതും വഴക്ക് പറഞ്ഞതെന്നൊക്കെ മനസ്സിലായപ്പോൾ പ്രഭാകരനെ പശ്ചാത്താപം തോന്നി. വേഗം ആ കല്ലൊക്കെ താഴേക്കിട്ടിട്ട് ഇറങ്ങി വന്നു, ഗുരുനാഥനെ അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എവിടെയായിരുന്നു കുഞ്ഞേന്നൊക്കെ ചോദിച്ചു കേട്ടോ ഗുരുനാഥൻ. അങ്ങനെ ആശ്വസിപ്പിച്ചു, ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൊല്ലാനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്, ഇതേ കല്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത്, ഞാൻ തെറ്റ് ചെയ്തു പോയി ഗുരുനാഥ, എനിക്ക് അതിനുള്ള ശിക്ഷ വിധിച്ചാലും ഞാൻ എന്ത് പ്രായശ്ചിത്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചു ഗുരുനാഥൻ. പക്ഷെ പറ്റില്ല, എനിക്കിതിന് പ്രായശ്ചിത്തം ചെയ്തേ പറ്റുള്ളൂ, കാരണം ഗുരുനാഥനെ വകവരുത്തണം, കൊല്ലണം എന്ന് എൻ്റെ മനസ്സിലെ ചിന്ത ഉണ്ടായിപ്പോയി. അത് വലിയൊരു തെറ്റാണ്. ഗുരുനാഥനെ നിന്ദിക്കാൻ തന്നെ പാടില്ല, കൊല്ലണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയോ വലിയ തെറ്റാണത്. അപ്പം അതെന്തായാലും എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുരുനാഥൻ പറഞ്ഞു, അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഒരു സഭ ഉണ്ട്, ബ്രാഹ്മണ സഭയുണ്ട്, അവിടെ കൂടിയിട്ട് അവർ പറയുന്നത് എന്താണോ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണ സഭ കൂടി അവർ പറഞ്ഞു, ഉമിത്തീയിലെ വെന്തു മരിക്കണം, ഗുരുനാഥരെ നിന്ദിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരെ വകവരുത്തണം എന്നുള്ളവർക്ക്, അവർക്ക് ഉണ്ടാകണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് ഈ ഉമിത്തീയിലെ വെന്തു മരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് പ്രഭാകരൻ തയ്യാറാകുകയും ചെയ്തു. അത്രയേറെ ഗുരുവിനോടുള്ള ആ ഒരു ആത്മസമർപ്പണം പ്രഭാകരൻ ഉണ്ടായിരുന്നു. താൻ മരിക്കാനായിട്ട് പോകുകയാണ്, എന്നിരുന്നാലും അത് സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുക ചെയ്തത്. അങ്ങനെ ഉമി അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാകരൻ്റെ ചുറ്റിനുമായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടു. ഉമി കത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഉമി തീയിൽ വെന്തു മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തീ പിടിച്ച് ഇങ്ങനെ കയറി വരും. ഉമി കത്തുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ കത്തുന്ന ഉമിയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് പ്രഭാകരൻ രചിച്ച, പ്രഭാകര കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, രചിച്ച ഒരു കാവ്യമാണ് ശ്രീകൃഷ്ണ വിലാസം എന്നുള്ളത്. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കാര്യങ്ങൾ അതിങ്ങനെ ചൊല്ലിയിട്ട് അവസാനത്തെ വരികൾ അദ്ദേഹത്തിന് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോഴേക്കും ഈ ഉമി കത്തിയിട്ട് തൊണ്ടയുടെ അതുവരെ വന്നിട്ടുണ്ടായിരുന്നു, ശബ്ദം നിലച്ചുപോയി അദ്ദേഹത്തിൻ്റെ. അങ്ങനെയാണ് ആ ഒരു കഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രഭാകര കവി എന്ന് പറയുന്ന ആ ഒരു കവി രചിച്ചതാണ് ശ്രീകൃഷ്ണ വിലാസം എന്ന് പറഞ്ഞത്. പൂർണ്ണമായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നീട് കാളിദാസൻ അതിനെ പൂർത്തിയാകാനായിട്ട് ശ്രമിച്ചുത്രേ. ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായിരുന്നു, അതായത് സ്വർണ്ണ നൂലിലെ വാഴനാര് കോർക്കണ്ടാട്ടോ എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം മഹത്വമുള്ളതാണ് ഈ ഒരു കാവ്യം എന്നുള്ളത്. അപ്പോൾ അത് രചിച്ചത് ഈ പ്രഭാകര കവിയാണ്, അദ്ദേഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഗുരുക്കന്മാരെന്ന് പറയുന്നത് മാതാപിതാ ഗുരു ദൈവം, ഗുരുവും കൂടെ കഴിഞ്ഞിട്ടാണ് ദൈവം ഇരിക്കുന്നത്. അപ്പോൾ ഗുരുക്കന്മാരോട് ഏറ്റവും ആദരവോട് കൂടി വേണം പെരുമാറുന്നത്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് അറിവ് പകർന്നു തരുന്ന എല്ലാവരും ഗുരുക്കന്മാരാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ നമ്മൾ ഗുരുക്കന്മാരായിട്ടാണ് അവരെ കാണേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഉപദ്രവിക്കാനും വിഷമിപ്പിക്കാനും പാടില്ല, പ്രത്യേകിച്ച് ഗുരുക്കന്മാരെ ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ പാടില്ല, അവരുടെ സങ്കടത്തിന് കാരണമാകാനായിട്ട് പാടില്ല. അപ്പം അല്ലാത്ത പക്ഷം അവരുടെ അനുഗ്രഹം നമുക്ക് വേണ്ടുവോളം ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഗുരുക്കന്മാരെ ആദരവോട് കൂടിയിട്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിക്കണം എന്നുള്ള ഒരു ചിന്ത കൂടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ കാണേണ്ടവരെ കണ്ടിട്ടുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പ്രകാരം തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ അലങ്കാരങ്ങളെ കുറിച്ചിട്ട്. ഓരോ അലങ്കാരങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ പറയാന്നുള്ളത്. അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ, വളരെ നല്ല കാര്യമാണ്. ഭഗവാനെ കുറിച്ചിട്ടാണ്, ഭഗവാന്റെ അലങ്കാരങ്ങളെ കുറിച്ചിട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ഭഗവാനെ അറിയുന്നതിനുള്ള ഒരു അവസരം കൂടിയാണെന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം. പിന്നെ നമ്മുടെ നാരായണീയം സമർപ്പണം അടുത്ത തിങ്കളാഴ്ചയാണ് വരുന്നത്. എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാണ്, ഞങ്ങളും അതിൻ്റെ ഒരുക്കത്തിലാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായി തന്നെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് സാധിക്കണമെന്നും ഒപ്പം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അതിൽ പങ്കെടുക്കുന്നവർക്കും അതിൻ്റെ സംഘാടകരായിട്ടുള്ള ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലും എല്ലാവർക്കും ഉണ്ടാകണമെന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, പുതിയ അറിവുകൾ, കഥകൾ, ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.